ഒന്ന് തമിഴ്നാട്ടിലേക്ക് പോകണം. അവിടെ വിരുദനഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് എന്നൊരു വിവരം വരുന്നു. മരണസംഖ്യ 25 ആയിട്ടുണ്ട്. തിരുത്തങ്ങൽ സ്വദേശി പഞ്ചവർണ്ണമാണ് മരിച്ചത്. വിരുദനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനുള്ളിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ പടക്ക നിർമ്മാണശാലയുടെ ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവരുടെ പേരിലായിരുന്നു ആ പടക്ക നിർമ്മാണശാലയുണ്ടായിരുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നു വിരുദനഗറിൽ നിന്ന് തത്സമയം. രാഹുൽ, ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്, 25 മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കുറച്ചുപേർ ഗുരുതരാവസ്ഥയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 50ഓളം പേരാണ് വനജ ഫയർവർക്സ് എന്ന പേരിട്ടിരുന്ന ഈ പടക്ക നിർമ്മാണശാലയിൽ ഈ തീപിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഫാൻസി പടക്കങ്ങൾ, വീര്യം ചേർന്ന കരിമരുന്ന് ഉപയോഗിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക? ബന്ധുക്കളെല്ലാം വന്ന് കാത്തിരിക്കുകയാണല്ലേ? ഡോക്ടർ അരുൺ, വീണ്ടും മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. രാവിലെ 24 ആയിരുന്നുവെങ്കിൽ ഈ നിമിഷം 25 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 21 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ നമ്മളുള്ള ഈ വിരുദനഗറിലെ മെഡിക്കൽ കോളേജിലെ ICUയിൽ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മോർച്ചറിക്ക് മുന്നിലെ കാഴ്ചകളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 പേരെയാണ് ഇനിയും തിരിച്ചറിയാനുള്ളത്. അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹം മാറിപ്പോയിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. പല ആളുകളും ഈ ആധാർ കാർഡൊക്കെ ആയി ഇവിടെ വന്ന ശേഷം മോർച്ചറിക്ക് അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കയറി പോകുന്ന ആളുകളിൽ പലരും നിരാശരായി തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഏറ്റവും ഒടുവിൽ DNA പരിശോധന നടത്തി ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 21 പേരുടെ പോസ്റ്റ്മോർട്ടം ആണ് ഇതുവരെ പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 പേരെ തിരിച്ചറിയുകയാണെങ്കിൽ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി വരെ തിരിച്ചറിഞ്ഞിട്ടുള്ള 21 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ വിരുദനഗർ SP-യും വിരുദനഗർ ജില്ലാ കളക്ടറും അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഈ നിൽക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതേസമയം ഒരു ഉപാധി ഈ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ധനസഹായമായി 5 ലക്ഷം രൂപ കുടുംബങ്ങൾക്ക് കൈമാറാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ പണം കൈമാറാനാകില്ല എന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥർ ആ പണം നൽകണം എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇതിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ നിലവിൽ ഒളിവിലാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവരെവിടെയാണെന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ആരാണ് നഷ്ടപരിഹാരം ഈ കുടുംബങ്ങൾക്ക് നൽകുക എന്നൊരാശങ്ക ഈ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു തീരുമാനം, നഷ്ടപരിഹാരം നൽകുന്നതിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ആളുകളുള്ളത്. ഇതിൽ കൂടാതെ തിരിച്ചറിയാൻ, അതായത് കൂടുതൽ ആളുകൾ തങ്ങളുടെ ബന്ധുക്കളെയും ഉറ്റവരെയും കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇവിടെ കാത്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ പരിക്കേറ്റ ആളുകളുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആളുകളെ തേടിയെത്തുന്ന കുറച്ച് ബന്ധുക്കൾ കൂടിയുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ കടത്തിവിടാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് നമ്മളുള്ളത്. അവിടെ എത്തിയാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 10 കിലോമീറ്റർ ദൂരത്തേക്ക് ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന കാര്യം ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആളുകളെ പരിക്കേറ്റ നിലയിലോ അല്ലെങ്കിൽ മൃതദേഹമായോ അവിടെ ഉണ്ടോ എന്ന പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ മാധ്യമങ്ങളെ ഉൾപ്പെടെ ആ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. അരുൺ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പാവപ്പെട്ട ആ മനുഷ്യരുടെ മുഖത്ത് നോക്കൂ. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ലേ. അവരുടെ പ്രിയപ്പെട്ടവരാരോ ആണ് ആ ആശുപത്രിയുടെ മോർച്ചറിയിലോ അതല്ലെങ്കിൽ പരിക്കേറ്റ ICUയിലോ ഒക്കെ കിടക്കുന്നത്. ഇന്നലെ ഈ അപകടം ഉണ്ടാകുമ്പോൾ 50ഓളം പേരാണ് വനജ ഫയർവർക്സ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. ദീപാവലി വരാൻ പോവുകയാണ്. അപ്പോൾ ദീപാവലിക്ക് വേണ്ടിയിട്ട് പടക്കം നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ആ പരിസരത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വിരുദനഗറിലും ചുറ്റുമായിട്ട് ഇത്തരം ഒരുപാട് പടക്ക നിർമ്മാണശാലകളുണ്ട്. 3000 കോടി രൂപയുടെ ഒരു വർഷത്തെ കച്ചവടം നടക്കുന്ന സ്ഥലമാണെന്നുള്ളതാണ്. അപ്പോൾ എത്ര ലാഭം ഉണ്ടാക്കും? പാവപ്പെട്ട ഈ മനുഷ്യരുടെ വേണ്ടപ്പെട്ടവരാണ് ഒരു സുരക്ഷയും ഇല്ലാതെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ സ്ഫോടനമുണ്ടായപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഒന്നുകിൽ മൃതദേഹമായി അതല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ അവരുണ്ടാവും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്.